Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഗോതമ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്തതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് 3 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ഏത്തപ്പഴം ആയതുകൊണ്ട് വലിയ ഏത്തപ്പഴം ആണെങ്കിൽ 4 ആയിട്ടോ 5 ആയിട്ടോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം പൊരിച്ചെടുക്കാനുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലുള്ള മാവാണ് വേണ്ടത്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിലൊന്ന് മുക്കി നല്ലതുപോലെ ഒന്ന് കോട്ടായതിന് ശേഷം അത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, കാരണം പുറമേ കരിഞ്ഞും പോകും, അകം വെന്ത് കിട്ടുകയുമില്ല. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മൈദ കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.